കേരളത്തിലെ ദ്രവ്യദാസന്മാർ അറിഞ്ഞില്ലേ? യുപിയിൽ മലയാളി പാസ്റ്റർ ദമ്പതികൾക്ക് 5 വർഷം തടവ്. കേരളത്തിലെ പെന്തക്കോസ്ത് പാസ്റ്റർമാരും ദ്രവ്യദാസന്മാരും അപ്പോസ്തോലന്മാരും ന്യൂജൻ പ്ലാച്ചർമാരും ഒന്നും ഈ വാർത്ത കണ്ടംപെട്ടില്ല. ഇന്ത്യയിൽ ആദ്യമായി ഇതാ മതപരിവർത്തന നിരോധന നിയമപ്രകാരം ഉത്തർപ്രദേശ് പ്രൊവിഷൻ ഓഫ് അൺലോഫുൾ കൺവേർഷൻ ഓഫ് റിലീജിയൻ ആക്ട് 2021 പ്രകാരം കോടതി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. 2021 BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥ് സർക്കാർ മതപരിവർത്തന നിരോധന നിയമം പാസാക്കിയത്. പാസ്റ്റർമാരായ ജോസ് പാപ്പച്ചൻ, ഷീജ പാപ്പച്ചൻ എന്നീ മലയാളി ദമ്പതികളെ 5 വർഷത്തേക്ക് കോടതി ശിക്ഷിച്ചു. ഉത്തർപ്രദേശിലെ അംബേദ്കർ ജില്ലാ സെഷൻസ് കോടതിയാണ് ഇവർക്ക് 5 വർഷം തടവും 25,000 രൂപ പിഴയും വിധിച്ചത്. ദലിത് ഹിന്ദു വിഭാഗത്തിലെ പാവങ്ങളെ പെന്തക്കോസ്ത് വിഭാഗത്തിലേക്ക് പരിവർത്തനം ചെയ്യിച്ചു എന്നതാണ് അവരുടെ മേൽ ചാർത്തിയിരിക്കുന്ന കുറ്റം. പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല പുറമറ്റം സ്വദേശികളായ ജോസ് പാപ്പച്ചനും ഭാര്യ ഷീജയും ഉത്തർപ്രദേശിലെ അംബേദ്കർ ജില്ലയിൽ വർഷങ്ങളായി സുവിശേഷ പ്രവർത്തനം നടത്തിവരികയായിരുന്നു. 2023 ജനുവരി 24 BJP പ്രാദേശിക നേതാവായ ചന്ദ്രിക പ്രസാദിന്റെ പരാതിയിന്മേൽ ജലാൽപൂർ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്തത്. 8 മാസത്തോളം റിമാൻഡ് തടവുകാരായി ഇവർ ജയിലിൽ കഴിഞ്ഞു. 2023 സെപ്റ്റംബർ 25 അലഹബാദ് ഹൈക്കോടതി ജാമ്യം നൽകുകയുണ്ടായി. ഇവർക്ക് വേണ്ടി ജാമ്യം നിൽക്കുവാൻ വന്നവർക്ക് പോലും ഭീഷണി നേരിടേണ്ടി വന്നു എന്നാണ് വിവരം. പാസ്റ്റർ ദമ്പതികൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അതിവേഗം കുറ്റപത്രം സമർപ്പിക്കുകയും ജില്ലാ സെഷൻസ് കോടതിയിൽ വിചാരണ നടപടികൾ ആരംഭിക്കുകയും ചെയ്തിരുന്നു. പണം നൽകിയും പ്രലോഭിപ്പിച്ച് മതപരിവർത്തനം നടത്തിയെന്നതിന് കാര്യമായ മൊഴികളോ തെളിവുകളോ ലഭിക്കാതിരുന്നിട്ടും ഇരുവരുടെയും വാദങ്ങൾ കോടതി അംഗീകരിച്ചില്ല എന്നാണ് ഇവരുടെ അടുത്ത വൃത്തങ്ങൾ ആരോപിക്കുന്നത്. 2024 ജനുവരി മാസം 18 കോടതി വിധി പ്രസ്താവം നടത്തിയത്. ആ സമയം ജോസ് പാപ്പച്ചൻ അസുഖബാധിതനായി ആശുപത്രിയിലായിരുന്നു. വിധി പ്രഖ്യാപിക്കുമ്പോൾ ഭാര്യ ഷീജ പാപ്പച്ചൻ കോടതിയിൽ ഹാജരായിരുന്നു. എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്ലാച്ചർമാരും സ്വയം പ്രഖ്യാപിത അപ്പോസ്തലന്മാരും പ്രൊഫറ്റുകളും ഒക്കെ ഉള്ളത് നമ്മുടെ ഈ സംസ്ഥാനത്താണ്. ഇവരെല്ലാം ഇവിടെയും നല്ല വരുമാനം ലഭിക്കുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലും മാത്രം കിടന്ന് സുവിശേഷം ഘോഷിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തുവിനെ അറിയാത്ത, വചനം കേട്ടിട്ടില്ലാത്ത നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊന്നും പോയി ഇവർ പ്രവർത്തിക്കുകയില്ല. കാരണം അവിടെ നിന്നും കാര്യമായ സാമ്പത്തിക ലാഭം ഉണ്ടാകില്ല, പിന്നെ നല്ല അടിയും കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇവർ അത്തരം റിസ്കുകളൊന്നും എടുക്കില്ല. പോകുകയാണെങ്കിൽ പാവങ്ങളാണ് അവിടേക്ക് പോകുന്നത്. ഇവിടെ ഒരു ചവ അല്ലെങ്കിൽ ഇവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മിനിസ്ട്രിയൊക്കെ ഉണ്ടാക്കി കുറേ കറവയ്ക്ക് പറ്റിയ ആളുകളെ സൈസാക്കി അവരെ മേയിച്ചു കൊണ്ടുപോവുകയാണ്. അതാണ് സേഫ് കച്ചവടം. അവരോട് തന്നെയാണ് ദൂത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അവരെ കൊണ്ടാണ് അമർത്തി കുലുക്കി ഇടിവിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ല എങ്കിൽ ഇവരുടെ പടി കൊടുത്ത് വേറെ ആരെങ്കിലും പരിപാടിക്ക് വിളിക്കണം. അതും നല്ല കിട്ടപ്പോരുണ്ടെങ്കിൽ മാത്രമേ പോവുകയുള്ളൂ. ആരുടെയെങ്കിലും ചെറിയൊരു സഹായം ഉണ്ടായിരുന്നുവെങ്കിൽ ഷീജയും പാപ്പച്ചനും ജയിലിൽ പോവുകയില്ലായിരുന്നു. അല്ലെങ്കിൽ ഹയർ കോടതികളിൽ അപ്പീലിനെങ്കിലും പോകുമായിരുന്നു. സിംഹക്കൂട്ടിൽ എറിയപ്പെട്ട ദാനിയേലിൻ്റെ കഥയൊക്കെ നമുക്ക് കൺവെൻഷൻ വേദികളിൽ മാത്രം പറയുവാനുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ഞങ്ങൾ 2 സ്തോത്രവും 2 ഹല്ലേലൂയയും പറയും. നമുക്കതല്ലേ പറയാൻ പറ്റൂ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.